പ്രാരംഭ ദിവസമാണ്, ഒന്നാം ദിവസമാണ്. ഒന്നാം ദിവസം പ്രസംഗിക്കാൻ കിട്ടുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ചില ആളുകൾ ചോദിക്കും, എത്രാം ദിവസമായി? ഒരു 15 കഴിഞ്ഞാൽ 21 ദിവസമാണ്, പിന്നെ എളുപ്പമാണ് കാര്യം. ഒന്നും പറയണ്ട, അവർ നമ്മളെ അങ്ങ് കൊണ്ടുപോയിക്കോളും. 7 ദിവസമൊക്കെയാണ്, ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഫ്രീ ആകും. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം പ്രാരംഭ ദിവസം പ്രസംഗിക്കുന്നതാണ്. കാരണം ഫ്രഷായിട്ട് ചില ദൂതുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് കയറ്റും. വലിയ സൃഷ്ടിപ്പുകൾ നടന്നത് ഒന്നാം ദിവസമാണ്. ആമേൻ. വലിയ സൃഷ്ടിപ്പുകൾ നടന്നത് ഒന്നാം ദിവസമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. താഴെയുള്ള ഭൂമി, മുകളിലുള്ള ആകാശം. ആദ്യത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം ഞാൻ പറയാം, ചിലതൊക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പോകുകയാണ്. നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? മനോഹരമായത് ചിലത് എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഭ, ഞങ്ങളുടെ എന്ന് പറയുമ്പം നമ്മൾ ഒന്നാണല്ലോ. ദൈവത്തിൻ്റെ സഭ തിരുവല്ല പട്ടണത്തിലാണ്. പെട്ടെന്നൊരു ആത്മനിയോഗം ഉണ്ടായി. ഒരു 100 ദിവസം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. 100 ദിവസത്തെ പ്രാർത്ഥന. ആമേൻ. ഇന്നലെ 3ാമത്തെ ദിവസമായിരുന്നു. ലൈവിലൂടെ ആ പ്രാർത്ഥന നടക്കുന്നത്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ സാധാരണ ഒരു സൺഡേയിലൊക്കെ കയറി അനൗൺസ് ചെയ്യും, അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളെല്ലാവരും കയറണം. പക്ഷെ ഞാൻ അനൗൺസ്മെൻ്റ് ഒന്നും കൊടുത്തില്ല. വെള്ളിയാഴ്ച ജസ്റ്റ് കയറുന്നതിന് അരമണിക്കൂർ മുമ്പേ പറഞ്ഞു, 100 ദിവസത്തെ പ്രാർത്ഥന തുടങ്ങുക, പറ്റുന്നവർ കയറിക്കൊള്ളാൻ പറഞ്ഞു. വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയത്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും അത്ഭുത സാക്ഷ്യമാണ് കേൾക്കുന്നത്. ഓരോ ദിവസവും അത്ഭുത സാക്ഷിയാണ് കേൾക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, കഴിഞ്ഞ ദിവസം വലിയ സർജറി വേണമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ ആ വചനം കേട്ടിട്ട് കിടന്നുറങ്ങി, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, സുഖമായിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നു, ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് അസാധാരണ ശക്തിയുണ്ട്, വചനത്തിന് അസാധാരണ ശക്തിയുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി, നടക്കേണ്ട വിടുതൽ നടക്കേണ്ടടുത്ത് നടക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു പ്രസംഗം പ്രസംഗിച്ച് തീർക്കാൻ വന്നതല്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, പ്രസംഗം തീർത്ത് പ്രസംഗം കൊള്ളാന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ തന്ന് അപ്രിഷ്യേറ്റ് ചെയ്തൊക്കെ പോയ സമയങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നത് പ്രസംഗിക്കാനല്ല, ശുശ്രൂഷിക്കാനാണ് വന്നത്. നിങ്ങൾ കൊള്ളാകെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. പക്ഷെ കർത്താവ് പറയണം ഇന്ന് ശരിയായോ എന്ന്, കർത്താവ് പറയണം ഒത്തോന്നുള്ളത്. മനുഷ്യൻ്റെ മാർക്കുകൾക്ക് പരിധിയുണ്ട്, പക്ഷെ ദൈവം ചിലതൊരുക്കിയാൽ അതിന് പരിധിയില്ല. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്താൽ അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. പ്രാരംഭത്തിൽ തുടങ്ങുമ്പം തന്നെ ഞാൻ നിങ്ങളിൽ ചിലരെ നോക്കിയിട്ട് പറയാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ വീട്ടിലൊരു പ്രവൃത്തി നടക്കും. നിന്റെ തലമുറയിൽ ഒരു ദൈവകരം ചലിക്കാൻ തുടങ്ങും. ആർക്കും തടുക്കാൻ കഴിയാത്തൊരു ദൈവകരം. ആമേൻ, ആമേൻ. ഈ പ്രാരംഭ ദിവസം, പ്രാരംഭ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്, എന്തിനാണ് ഈ തകർച്ചയിലൂടെ ഞാൻ കടന്നുപോയത്? എന്തിനാണ് ഞാൻ ഈ ഒറ്റപ്പെടലിലൂടെ നടന്നു കയറിയത്? കൂടെയുള്ളവരെല്ലാം മറന്നുപോയല്ലോ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, എല്ലാ വഴികളും അടഞ്ഞല്ലോ. ഇന്ന് കർത്താവ് പറയും, നിന്നെ സഹായിക്കാൻ പോകുന്നത് മനുഷ്യനല്ല, നിന്നെ സഹായിക്കാൻ പോകുന്നത് നിന്റെ സൃഷ്ടിതാവാണ്. നിന്നെ സഹായിക്കാൻ പോകുന്നത് മാനുഷിക കരമല്ല, നിന്നെ സഹായിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ കരമാണ്. ഈ രാവിലെ ആത്മാവി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ചിലതിനെ സഹായിക്കാൻ പോകുകയാണ്. ആമേൻ.
പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഇന്നലെ സൺഡേ സർവീസിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു പദം ഞാൻ ഇവിടെ ആവർത്തിക്കുക. ആ പദം മറ്റൊന്നുമല്ല, നീ അധരം തുറന്നാൽ ചിലതിൻ്റെ അധരം അടയും. നീ അധരം തുറന്നാൽ അഭിമാനമൊന്നും നോക്കരുത് കേട്ടോ. ദൈവസന്നിധി വന്ന അടുത്തിരിക്കുന്നവർ നിങ്ങൾ സ്തോത്രം പറയുന്ന കേൾക്കുമ്പം ആമേൻ നോക്കിയാലും ഇല്ലേലും കുഴപ്പമില്ല. നിങ്ങൾ തുള്ളിച്ചാടുന്നത് കണ്ടിട്ട് നിങ്ങളെ പരിഹസിച്ചാലും കുഴപ്പമില്ല. കാരണം അദ്ദേഹം ജനിച്ചപ്പോഴല്ല നിങ്ങൾ ജനിച്ചത്, അദ്ദേഹം മരിക്കുമ്പോഴല്ല നിങ്ങൾ മരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സാഹചര്യം അല്ല നിങ്ങളുടെ സാഹചര്യം. രാവിലെ പ്രാർത്ഥിച്ചോ, ചില വർഷങ്ങൾ പഴക്കമുള്ള നുകങ്ങൾ ഇന്ന് വചനത്തിന്റെ മുമ്പിൽ അഴിഞ്ഞുമാർ. വർഷങ്ങൾ പഴക്കമുള്ള ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ യേശുവിൻ നാമത്തിൽ തകരാൻ പോകുകയാണ്, ഉടയാൻ പോകുകയാണ്, അടാംനാവിൽ കാണുവാൻ പോകുകയാണ്. ദാനിയേൽ എന്നും അധരം തുറക്കുന്ന വ്യക്തിയാ. ദാനിയേൽ എന്നും അധരം തുറക്കും. ദാനിയേൽ എന്നും അധരം തുറക്കും, എപ്പോഴും അധരം തുറക്കും. യെരൂശലേമിന് നേരെയുള്ള കിളിവാതിലുകളെ തുറക്കുക മാത്രമല്ല, അധരം കൂടെ തുറക്കും. ദാനിയേൽ അധരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സിംഹത്തിന്റെ അധരം തുറന്നില്ല, സിംഹത്തിന്റെ വായ അടഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നീ അധരം തുറന്നാൽ അടയാനുള്ളത് അടയും. അടയാനുള്ളത് ഇന്ന് രാവിലെ അടയും. ചിലരെ വിഴുങ്ങാൻ നിൽക്കുന്ന, ഞാൻ ആത്മാവിൽ തന്നെ ഞാൻ പറയാ, ചില അപവാദങ്ങളുടെ അധരം അടയാൻ പോകുകയാ, അപമാനങ്ങളുടെ അധരം അടയാൻ പോകുകയാ. ഇന്നലെ വരെ നിന്നെ പരിഹസിച്ച ചില അധരം അടയാൻ പോകുകയാ. പലതിനെയും വിഴുങ്ങിയ അധരം നിന്നോടുള്ള ബന്ധത്തിൽ അടയാൻ പോകുകയാ. എന്നാ കാര്യമെന്നറിയാമോ? നീ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി, അധരം തുറക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തിന് മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ വിശ്വസിച്ചോ, ചിലതൊക്കെ അടയാൻ പോകുകയാണ്. കർത്താവ് എന്നോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. സിംഹത്തിന്റെ വായ അടഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ചിലത് അടയും. ഈ ഓഗസ്റ്റ് മാസം ചിലത് അടയും. ഒത്തിരി പ്രാവശ്യം നിന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് മറുപടി പറയാതിരിക്കുന്നത് നീ ഒരു ദൈവ പൈതലായത് കൊണ്ടാണെങ്കിൽ ഇന്ന് രാവിലെ പറയുകയാ, ചില സിംഹത്തിന്റെ വായ ദൈവം അടയ്ക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിന്റെ അധരത്തെ അടയ്ക്കാൻ പോകുകയാണ്, അധരത്തെ അടയ്ക്കാൻ പോകുകയാണ്. നീ ഒരു അത്ഭുത വിഷയമായി മാറുവാൻ പോകുന്നു. ആമേൻ, 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 ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ചില ദൈവ പ്രവർത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. കർത്താവ് ചിലത് ഒരുക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. അത്ഭുത രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ നടക്കാൻ പോകുകയാണ്. അത്ഭുത രോഗശാന്തി യേശുവിൻ നാമത്തിൽ. അടുത്ത അപ്പോയിന്റ്മെന്റിൽ നിനക്ക് രോഗമില്ലെന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ വിടുതൽ നടക്കാൻ പോകുകയാ. ചിലർക്കൊക്കെ എതിരായി നിന്ന സ്കാനിംഗ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുത വിടുതലായി മാറാൻ പോകുന്നു. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ദൈവദാസന് ഒരു വലിയ കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ദൈവം തരും കേട്ടോ. നിങ്ങൾ പണിയുകയല്ല, മറ്റൊരാവശ്യത്തിന് വേണ്ടി പണിതിട്ടതാണ്. പക്ഷേ അത് ആവശ്യം നടക്കുന്നില്ല. അതുകൊണ്ട് അപ്രതീക്ഷിതമായ നിലകളിൽ റെന്റിനല്ല, നിങ്ങളത് വാങ്ങും. നിങ്ങളത് വാങ്ങും. റെന്റിന്റെ കാലം തീരാൻ പോവാ. ഇതൊരു പ്രവചന ശബ്ദം. നിങ്ങളത് വാങ്ങാൻ പോകുകയാ. മനോഹരമായ ഒരു കെട്ടിടമാണ്. ഞാനിവിടെ വന്നിരുന്നപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അവൻ നീ പണിതിട്ടില്ലാത്തടുത്ത്. ചിലപ്പോൾ നമ്മളൊരു സ്ഥലമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ കർത്താവ് പറയുന്നു പണിത് വെച്ചേക്കുന്ന കെട്ടിടമാണ്. നീ ചെയ്യണ്ട, അത് വിശാലമായത് കർത്താവ് ചിലതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയ ചില ദൈവത്തിന്റെ പ്രവർത്തികൾ കർത്താവ് ചെയ്യുന്നു. ദൈവദാസനെ ഏനാത്ത് നിന്നൊരു കൂട്ടം കയറി വരുന്നുണ്ട്. പരിശുദ്ധ എന്ന് പറയുന്ന ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ആത്മാക്കൾ തേടി വരുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുകയാണ്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുന്ന് ആത്മാക്കളുടെ ഒരു കൂട്ടം വരികയാണ്. അന്തരീക്ഷങ്ങളെല്ലാം മാറാൻ പോകുകയാണ്. ദൈവസഭയെ കർത്താവ് വലിയ നിലകളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. ദൂതിലേക്ക് ഞാൻ കടക്കുക. ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചിട്ട് ആ ദൂതിൻ്റെ മർമ്മം ഒന്ന് അറിഞ്ഞിട്ട് വേണം ഇന്ന് രാവിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ആത്മാവിൽ പ്രാപിക്കുകയും ചെയ്യാൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 1:50. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു, യേശു നഥനയേലിനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? അടുത്ത വേട്, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന ഉത്തരം പറഞ്ഞു. നീ ഇതിനേക്കാൾ വലിയത് കാണും. ചേർന്ന് പറയാമോ ഇന്ന് രാവിലെ? ഇതിനേക്കാൾ വലിയത് കാണും. ഇന്ന് കണ്ടതുപോലല്ല ഇനി കാണാൻ പോകുന്നേ. ചെറുതിൻ്റെ കാലം കഴിഞ്ഞെന്ന് വലുതിൻ്റെ കാലം വെളിപ്പെടാൻ പോകുകയാ. ആമേൻ, ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ചെറുതിൻ്റെ കാലം കഴിഞ്ഞെന്ന് ഇനി നീ എന്തെങ്കിലും കാണുന്നെങ്കിൽ വലുതാ കാണാൻ പോകുന്നു. ഇനി എന്തെങ്കിലും നടക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ. അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ലൈഫിൽ കർത്താവ് അയക്കാൻ പോകുകയാണ്. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തിട്ട് വലിയത് കാണുമെന്ന് പറഞ്ഞേ. ആമേൻ. നന്മ കാണുമെന്നല്ല ഞാൻ പറയുന്നത്, വലിയ നന്മ കാണും. ഉയർച്ച കാണുമെന്നല്ല ഞാൻ പറയുന്നത്, വലിയ ഉയർച്ച കാണും. വഴി തുറക്കുമെന്നല്ല ഞാൻ പറയുന്നത്, വലിയ വഴി തുറക്കും. കർത്താവ് ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മളെപ്പോഴും ചെറുതിൻ്റെ ആളുകളാ. ഇന്ന് രാത്രി ആ ചെറുതെ നിന്നൊന്ന് മാറിക്കൂ. വലുതിലേക്ക് കർത്താവ് കയറ്റാൻ പോവാ. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. കർത്താവ് അത് ചെയ്യാൻ പോകട്ടോ. വലിയത് നീ കാണാൻ പോവാ. നിന്റെ കയ്യിൽ ഇപ്പം ചെറുതാ ഉള്ളത്, പക്ഷെ ഇനി നടക്കാൻ പോകുന്ന വലുതാ നടക്കാൻ പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു വെച്ച് ഞാനൊന്ന് കയറുക കേട്ടോ. വചനത്തിലുള്ളത് പറഞ്ഞു വെച്ച് കയറുക. ആമേൻ. അന്ത്രയോസ് കണ്ടത് 5 അപ്പവും 2 മീനുവാ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജനം ഭക്ഷിച്ചത് 5000-ഓളം പുരുഷന്മാർ. കണ്ടോ? നീ കണ്ടത് ഇതുവരെ ചെറുതാ, പക്ഷെ നടക്കാൻ പോകുന്നത് വലുതാ. ഇന്നലെ വരെ ലോകം കണ്ടിട്ടില്ലാത്തത് യേശു കർത്താവ് ചെയ്തെങ്കിൽ നിനക്ക് വേണ്ടിയും കർത്താവ് ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ആമേൻ പറയൂ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറുതല്ല, അത് വലുതാണ് വെളിപ്പെടുന്നത്. ചില ആളുകൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഒരു ചെറിയ വീടെങ്കിലും കിട്ടിയാൽ സന്തോഷമാണ്, ചെറിയ വഴിയെങ്കിലും ഒന്ന് തുറന്നാ മതി. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത് ഇന്നലെ വെളിപ്പെട്ടതുപോലല്ല, ഇന്നലെ നടന്നതുപോലെ അല്ല, ഇന്നലെ സംഭവിച്ചതുപോലെ അല്ല, ഇതുവരെ കണ്ടതുപോലെ അല്ല. നിന്റെ കണ്ണുകൊണ്ട് വലുതിലേക്ക് ദൈവം നിന്നെ കടത്താൻ പോകുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ ഓ യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥിക്കാനുള്ളവര് പ്രാർത്ഥിച്ചോ, പ്രാപിക്കാനുള്ളവര് പ്രാപിച്ചോ.
ഇന്ന് രാവിലെ ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന എനിക്കറിയാം. കർത്താവ് ചെറിയ തൊട്ടുകൊണ്ടിരിക്കുകയാ. കർത്താവേ, ചെറിയൊരു നന്മയാലും എനിക്ക് തരണേ. നോ നെവർ. കർത്താവ് പറയുന്നു, ഇനി ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ചെറുതല്ല. ചെറുതിന്റെ കാലം കഴിഞ്ഞു. ചെറുതിന്റെ സമയം. ഇതുവരെ നടന്നത് ചെറിയ വഴിയിലൂടെയാ. ഇതുവരെ സംഭവിച്ചതെല്ലാം ചെറുതാണ്. ഇതുവരെ കണ്ടതെല്ലാം ചെറുതാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വലിയത് സംഭവിക്കപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിച്ചോ. ഈ ചർച്ച 3 അക്കം ക്രോസ് ചെയ്യും. 4 അക്കത്തിലേക്ക് കയറും. 4 അക്കത്തിലേക്ക് കയറിയാൽ വിതിൻ 1 ഇയർ കൊണ്ട് അത് 10,000 ആകും. 5 അക്കത്തിലേക്ക് ക്രോസ് ചെയ്യുക. ആ നിലയിൽ കർത്താവ് ചില വലിയ കാര്യം ചെയ്യാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള കാലത്ത് വലുതാണ്. മറന്നു പോകരുത്. സംഭവിക്കാൻ പോകുന്നത് വലുതാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ അധ്വാനം ഒന്നും വേണ്ട, നമ്മളങ്ങ് മിണ്ടായിരുന്നാ മതി. കർത്താവ് എന്നോട് ഈ ദിവസങ്ങളിൽ പറയുന്നത്, നീ എന്തിനാ അധ്വാനിക്കുന്നത്? അതിനർത്ഥം നീ വീട്ടിൽ കയറി ഇരിക്കാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. നിന്റെ ബുദ്ധി കൊണ്ട് നീ ഒന്നും ചെയ്യരുത്, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഞങ്ങൾ ചില ഫാസ്റ്റിംഗ് നടത്തിയപ്പോൾ ഒരു 500 പോസൊക്കെ അടിച്ചു. 500 പോസൊക്കെ അടിച്ചു. 500 പോസ് കണ്ടിട്ട് ഒറ്റയാൾ കയറി വന്നില്ല. ആമേൻ പറഞ്ഞു. ഇന്നല്ല, പക്ഷെ ഒരു പോസും അടിക്കാത്ത മീറ്റിംഗ് കേട്ടറിഞ്ഞ ആളുകൾ 10ഉം 15ഉം ഒക്കെ കയറി വന്നു. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്നറിയോ? എടാ, നീ ബുദ്ധി കൊണ്ടാ ഈ പ്രാവശ്യം ചെയ്തത്. പോസ് അടിക്കുന്ന തെറ്റല്ല, ഫ്ലെക്സ് അടിക്കുന്ന തെറ്റല്ല, പക്ഷേ ഇതൊന്നുമല്ല ആളുകളെ കൊണ്ടുവരുന്നത്. എന്നെ പാസ്റ്റേ ഉറപ്പ്, ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മുടെ ചർച്ചിനെ കുറിച്ചുള്ള ശ്രുതി അറിയണമെങ്കിൽ നോട്ടീസ് അടിച്ചാലേ അറിയത്തുള്ളൂ, ഫ്ലെക്സ് അടിച്ചാലേ അറിയത്തുള്ളൂ, ബോർഡ് എഴുതി വെച്ചാലേ കാണത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം അറിഞ്ഞോണം, ഫ്ലെക്സ് അടിച്ചത് കൊണ്ടല്ല, ബോർഡ് വെച്ചത് കൊണ്ടല്ല, സഭ ദൈവത്തിൻ്റെതായത് കൊണ്ട്. കമോൺ, ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, സഭ ദൈവം പണിയാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ചിലരോട് കർത്താവ് പറയുക, കർത്താവ് ചിലത് ഏറ്റെടുക്കാൻ പോവാ. കർത്താവ് ചിലത് ഏറ്റെടുക്കാൻ പോകുകയാ. നീ ഒന്നും ചെയ്യണ്ട, കർത്താവ് ചിലത് ഏറ്റെടുക്കാൻ പോകുകയാ. കർത്താവിന്റെ ഡിസൈനിൽ കാര്യം നടക്കാൻ പോകുകയാ. ആമേൻ പറഞ്ഞാൽ ആമേൻ പറയണം, ആമേൻ പറയണം. ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ തന്നെ ചിലർക്ക് വേണ്ടി ദൈവം ചിലത് ഡിസൈൻ ചെയ്യാൻ പോകും. ദൈവം ചിലത് ഡിസൈൻ ചെയ്യാൻ പോകും. ഞാനിത് പറയുമ്പോൾ തന്നെ പിശാചിന്റെ ചില പ്രൊജക്റ്റുകൾ ഇന്ന് രാവിലെ ക്യാൻസൽ ആകുക. പിശാചിന്റെ പ്രൊജക്റ്റുകൾ ക്യാൻസൽ ആകുക. ഇരുട്ടിന്റെ പ്രൊജക്റ്റുകൾ ക്യാൻസൽ ആകുക. നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ വഴികളുടെ മേൽ, നിന്റെ നന്മയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ പിശാച് വെച്ച ചില പ്രൊജക്റ്റുകൾ ഓഗസ്റ്റ് മാസം 19-ാം തീയതി വിശ്വസിക്കുക, അത് ക്യാൻസൽ ആകും. ഓ രാജാ റബ ശാന്തർ മനാഥല പ്രവനഗതനാഥല. ആമേൻ, 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 ആമേൻ. നീ കാണാൻ പോകുന്നു. അതാണ് ദൈവത്തിന്റെ ദൂത് ഇന്ന് രാവിലെ. നീ കാണാൻ പോകുന്നു. നീ അനുഭവിച്ച കഷ്ടത നിന്റെ കണ്ണുകൊണ്ട് കണ്ടു കാണും. നീ കടന്നുപോയ അനർത്ഥങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷെ ഇനി നീ കാണാൻ പോകുന്നത് അനർത്ഥമല്ല. ഇനി നീ കാണുവാൻ പോകുന്ന അപകടമല്ല. ഇനി നീ കാണാൻ പോകുന്നത് തകർച്ചയല്ല. ഇനി നീ കാണാൻ പോകുന്ന ഞെരുക്കമല്ല. ഇനി നീ കാണാൻ പോകുന്നത് അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്, വീര്യപ്രവർത്തികളാണ്. ഈ ഉപവാസ പ്രാർത്ഥന ആ നിലകളിലേക്ക്
നീ ആരുടെയും പുറകെ പോണ്ട, നിന്റെ പുറകെ ആളുകൾ വരുമെന്നേ. നീ ആരുടെയും പുറകെ പോണ്ട, നിന്റെ പുറകെ ആളുകൾ വരുമെന്നേ. നീ ആരുടെ പുറകെ നടക്കണ്ട, നിന്റെ പുറകെ ആള് വരുമെന്നേ. ഓ യേശുവിൻ നാമത്തിൽ ലൈവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. നിസ്സാരമായ കാര്യങ്ങളല്ല കാണാൻ പോകുന്നത്, വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുന്നു. ഇതുവരെയും നീ കണ്ടത് വ്യഥയായിരിക്കാം, വെല്ലുവിളിയായിരിക്കാം, തകർച്ചയായിരിക്കാം, ശൂന്യതയായിരിക്കാം. പക്ഷേ ഇതൊരു പ്രവചന ശബ്ദമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ദൂതിലേക്കൊന്ന് കയറുകയാ, ദൂതിൻ്റെ കൂടെ നിങ്ങൾ വരണം. എന്നെ നിങ്ങൾ മറന്നേക്കുക. എൻ്റെ ശബ്ദത്തിനല്ല വില, ഇന്ന് വചനത്തിനാണ് വില. ഞാൻ കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിന്ന് വചനം പറയുന്നതേ ഉള്ളൂ. മഹത്വം മുഴുവൻ കർത്താവിന് പോകണം. നിങ്ങൾ ആമേൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല. നിങ്ങൾ ആരും എൻ്റെ ആരാധകരാകരുത്, നിങ്ങൾ കർത്താവിൻ്റെ ആരാധകരാകണം. നിങ്ങളൊരു മനുഷ്യന്റെ പുറകെ അല്ല നടക്കേണ്ടത്, യേശുവിന്റെ പുറകെ നടക്കണം. ഞാൻ ആരെയും എന്നിലേക്ക് കൊണ്ടുവരാറില്ല. എന്നെ അയക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ നിയോഗിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് നീ എത്തിയ മതിയാകുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എന്തേലും പറഞ്ഞിട്ടുണ്ടേ അത് കണ്ടിരിക്കും കേട്ടോ. മനുഷ്യൻ പറഞ്ഞാൽ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല, സാധ്യത കാണും. പക്ഷെ കർത്താവ് എന്തേലും പറഞ്ഞിട്ടുണ്ടേ അത് കാണാതെ നിന്റെ കണ്ണടയത്തില്ല. അത് കാണാതെ നിന്റെ കണ്ണടയത്തില്ല. അത് കാണാതെ ഇനി ആരൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞാൽ, mighty name, mighty name, mighty name. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തുടങ്ങുകയാണ്, നീ കാണാൻ പോകുകയാണ്. സമയമായി, സമയമായി, സമയമായി നീ കാണാൻ പോകുകയാണ്. നീ കരഞ്ഞതിൻ്റെ ഒക്കെ മറുപടി, നീ കണ്ണുനീരൊഴുക്കിയതിൻ്റെ ഒക്കെ മറുപടി. ഏത് കണ്ണുകൊണ്ട് നീ തകർച്ച കണ്ടോ അതേ കണ്ണുകൊണ്ട് നീ അത്ഭുതം കാണാൻ പോകും. അതാ ഇന്നത്തെ ദൂത്. ഏത് കണ്ണുകൊണ്ട് നീ വേദനിക്കപ്പെട്ടോ അതേ കണ്ണുകൊണ്ട് നീ സന്തോഷിക്കാൻ പോകുകയാണ്. ഏത് കണ്ണുകൊണ്ട് നീ ഒത്തിരി വിലപിച്ചോ അതേ കണ്ണിനകത്ത് സന്തോഷത്തിന്റെ ആ ദൂത് ആത്മാവിൽ സ്പർശിക്കാൻ പോകുകയാണ്. ആ ദൂത് ചില വ്യക്തികളെ സ്പർശിക്കാൻ പോകുകയാണ്. ഓ ലംധാരമനഗദന. ചിലരോട് പരിശുദ്ധാത്മാ പറയാ, നീ മരണം കാണത്തില്ല, നീ മരണം കാണത്തില്ല, നീ മരണം കാണത്തില്ല, നീ മരണം കാണുകയല്ല. ആമേൻ, ആമേൻ. ഹാഗാർ പറയാ, എനിക്കെൻ്റെ മകൻ്റെ മരണം കാണണ്ട. കണ്ടോ, അവിടെ പ്രാർത്ഥനയാ, എനിക്കെൻ്റെ തലമുറയുടെ മരണം കാണണ്ട. ഹല്ലേലൂയ. ഒരൻപിൻപാട് ദൂരത്ത് മാറിയിരുന്ന് അവൻ മരിച്ചോട്ടെ, പക്ഷെ എനിക്ക് കാണേണ്ടത്, അവൻ മരിക്കുമെന്നുറപ്പാ, എനിക്ക് കാണേണ്ടത്. പക്ഷെ കർത്താവ് പറയാണ്, നിന്റെ കണ്ണു തുറക്ക്. നീ കാണണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നിന്റെ മകന്റെ മരണമല്ലേ, പക്ഷെ നീ കണ്ണു തുറന്ന ജീവിക്കാനുള്ളൊരു ഉറവ. നീ തകർന്നെന്ന് പറഞ്ഞ കണ്ണടച്ചേക്കുന്നേ, നീ തീർന്നെന്ന് പറഞ്ഞ കണ്ണടച്ചേക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയാ, നീ കണ്ണു തുറന്നാൽ ഒരു ഉറവ നീ കാണാൻ പോകുക. ഒരൊറപ്പൂടി ഞാൻ പറയാ, അത് വറ്റിപ്പോകാത്ത ഉറവയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം വർഷങ്ങൾ പഴകിയാൽ വറ്റിപ്പോകാത്ത ചില ഉറവുകൾ.
ചില ഉറവകളുണ്ട്, മഴയുടെ സീസൺ മാറുമ്പോൾ അത് വറ്റും കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ അത് വറ്റിപ്പോകും കേട്ടോ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇനി അത് വറ്റത്തില്ല. ആഗസ്റ്റ് മാസം ഈ 19-ാം തീയതി 1:04 പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, വറ്റിപ്പോകുകയില്ല. ഇനി അത് വറ്റത്തില്ല. ഇനി അത് വറ്റത്തില്ല ആൻറ്റി, ഇനി അത് വറ്റത്തില്ല ചാ. ഇന്നലെ വരെ തുറന്ന പല ഉറവകളും അടഞ്ഞു. പക്ഷെ ഇന്നത്തെ ദൂതിന് ആമേൻ പറഞ്ഞു നോക്കൂ, ഇനി അത് വറ്റത്തില്ല, ഇനി അത് വറ്റത്തില്ല. സഭയോട് ദൈവം എന്നാ പറഞ്ഞ, വറ്റിപ്പോകാത്ത ചില ഉറവുകളെ ദൈവം തുറന്നു. മുറിയപ്പെടാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവാ. മാറാത്ത ചില അനുഗ്രഹങ്ങൾ നിന്റെ കൂടാരത്തിലേക്ക് കയറാൻ പോവാ. ഹല്ലേലൂയ. വല്ലപ്പോഴും ഒരു നന്മയുടെ സീസൺ തീരുക കേട്ടോ. വല്ലപ്പോഴും ഒരു നന്മ, വല്ലപ്പോഴും ഒരു അനുഗ്രഹം, വല്ലപ്പോഴും ഒരു ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എപ്പോൾ നിന്നാലും അത് ദൈവപ്രവൃത്തിയ. ഓരോ ദിവസങ്ങളും നീ അത്ഭുതങ്ങളെ കാണാൻ പോവാ. ഓരോ ദിവസങ്ങളും നീ അതിശയങ്ങളെ കാണാൻ പോവാ. ഓരോ ദിവസങ്ങളും ദൈവത്തിന്റെ നീതിയിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവരികയാ. വിശ്വസിക്ക. ഈ ഉറവ തുറന്നിരിക്കുന്നത് മരുഭൂമിയിലാണ്. ഈ ഉറവ തുറന്നിരിക്കുന്ന മരുഭൂമിയിലാണ്. ഈ ഉറവ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് മരുഭൂമിയിലാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇനി മഴ പെയ്തില്ലെങ്കിൽ, കാറ്റ് വന്നില്ലെങ്കിൽ, മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നത് അടയുകയില്ല. ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൂതൻ ആമേൻ പറഞ്ഞോണം. ചില ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പോലും എന്തോ കൊടുക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. ഇനി കടം മേടിക്കാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എല്ലാ മേഖലകളിലും അന്വേഷിച്ചതെല്ലാം ഇങ്ങനെ വല്ലാത്ത നിലയില്ല. ഇന്ന് രാത്രി ആമേൻ, ഇന്ന് പകൽ ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ കർത്താവ് എന്നെ ചിലരെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഈ വേർഡ് പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തുടരുന്നേ ഉള്ളൂ. കർത്താവ് പറയുന്നു, ഇനി നീ കരം നീട്ടാൻ സമ്മതിക്കത്തില്ല. ഇനി നീ ഒരു ലോണിനും സൈൻ ചെയ്യത്തില്ല. ഇനി ഒരു ലോണിനും നീ സൈൻ ചെയ്യത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫിനകത്ത് ഇനി എന്നതാകുമെന്നറിയത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, എൻ്റെ വഴി നിനക്ക് വേണ്ടി തുറക്കും. എൻ്റെ നന്മ നിനക്ക് വേണ്ടി തുറക്ക. നീ കടക്കാരനാകാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാവിലെ ചില കടഭാരത്തിന്റെ മുഖങ്ങൾ അഴിയാൻ പോകുക. ഞെരുക്കത്തിന്റെ നിന്നെ സഹായിക്കാൻ വേണ്ടി ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്നെ സഹായിക്കാൻ വേണ്ടി ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നാ ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. അടുത്ത ദിവസം എന്നാ ചെയ്യും, അടുത്ത ദിവസം ഞാൻ എങ്ങനെ അത് അടയ്ക്കും. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇന്ന് രാവിലെ തുറക്കുമെന്നല്ല പറഞ്ഞു, തുറന്നിരിക്കുന്നു കേട്ടോ. സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റോ. എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാ വന്നേക്കുന്നേ. കർത്താവ് ചെയ്യാൻ പോവാ. ഇന്ന് വരെ നിനക്കറിയാത്ത വഴി കർത്താവ് ഓപ്പൺ ചെയ്യാൻ പോവാ. ഇവിടെ കയറി വന്നിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഫേവർ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ. എന്നാ ചെയ്യുമെന്നോർത്താ കയറി വന്നേക്കുന്നേ. ഒരു വഴിയില്ലല്ലോ മുന്നോട്ട് പോകാൻ, ഒരു നന്മയില്ലല്ലോ മുന്നോട്ട് പോകാൻ. കർത്താവ് നിന്റെ പേരിൽ ദൈവത്തിന്റെ ഫേവർ എഴുതുകയാ. കഴിഞ്ഞ ദിവസവും ആമൻ നീ ചോദിച്ചൊരു ചോദ്യം, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? പക്ഷെ കർത്താവ് ഇന്ന് രാവിലെ നിന്നോട് ഇടപെടുക. തുടക്കം
നീ ഇങ്ങനെ എങ്ങനെയും ജീവിക്കാൻ പോവല്ല. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? പരിശുദ്ധാത്മാവ് പറയാ, നീ സന്തോഷിച്ചിട്ട് ഒത്തിരി കാലമായി, നീ ആനന്ദിച്ചിട്ട് ഒത്തിരി കാലമായി. നിന്റെ സന്തോഷം എടുത്തു കളഞ്ഞ സകല വെല്ലുവിളികളും ഇന്ന് രാവിലെ ക്യാൻസൽ ആകട്ടെ. വിലാപങ്ങൾ മാറട്ടെ, വിലപിക്കുന്ന ശക്തികൾ അഴിയട്ടെ. അപ്പോൾ തന്റെ ദൈവം നിന്നെ തൊടുകയാ. ദൈവം തൊട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ തൊട്ട് കഴിഞ്ഞു. പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കും. ദൈവത്തിന്റെ അത്ഭുതം നടക്കും. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമാകും. നിന്റെ വീട് നന്മയുടെ വീടാകും. നിന്റെ വീട്ടിൽ അനേകർ വന്ന് കർത്താവിനെ അറിയും. കർത്താവിലേക്ക് തിരിയും. ക്രിസ്തുവിന്റെ മഹത്വം കാണും. കാര്യം നിന്നിൽ ദൈവം ചിലത് തുറന്നു തുടങ്ങുന്നു. നിന്നിൽ ദൈവം ചിലത് ആരംഭിച്ചു തുടങ്ങുന്നു. ആർക്കും കണ്ണുനീരിന്റെ കാലം തീരുക കേട്ടോ. കണ്ണുനീരിന്റെ കാലം തീരുക. വിലാപത്തിന്റെ കാലം തീരുക. യാചനയുടെ കാലം തീരുക. പ്രൊവിഷനുകൾ ഉണ്ടാകുക. മനുഷ്യന്റെ അല്ല, ദൈവത്തിന്റെ. മനുഷ്യൻ തരുന്നതൊക്കെ അളന്നേ തരത്തുള്ളൂ. അവനെപ്പോഴും അളവുണ്ട്. അളക്കാതെ മനുഷ്യൻ തരത്തില്ല. എന്നാൽ ദൈവം തരുന്നത് അളന്നിട്ടല്ല, അളവ് കൂടാതെ നൽകി തരുന്ന. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനുഷ്യൻ തരുന്നതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നത് പരിധിയില്ലാത്ത ചില വഴികളാ. പരിമിതിയില്ലാത്ത ചില വഴികൾ വിശ്വസിക്കാൻ ഒക്കുന്നുണ്ട്. പിടിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ഈ ദൂതനെ പിടിച്ചോ. സ്വീകരിക്കാൻ ഒക്കുന്നവർ ആത്മാവിൽ സ്വീകരിച്ചോ. പരിധിയില്ലാത്ത ചില വഴികൾ. ആമേൻ, 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 ആമേൻ. പരിധിയില്ലാത്ത ചില വഴികൾ, പരിമിതിയില്ലാത്ത വഴികൾ, പരിധിയില്ലാത്ത നന്മകൾ, പരിധിയില്ലാത്ത ഉറവകൾ, പരിധിയില്ലാത്ത ഉന്നതികൾ, പരിധിയില്ലാത്ത ശ്രേഷ്ഠതകൾ നിന്റെ പേരിൽ ഇന്ന് രാവിലെ ദൈവം എഴുതുകയാ. നിന്റെ പേരിൽ ദൈവം ഇന്ന് എഴുതുകയാ. കെയർ ഓഫ് പറയാത്ത ചിലര് ദൈവത്തിങ്കൽ നിന്ന് ഡയറക്റ്റ് ആമേൻ. പറയുന്നത് എന്താ? മരണം കാണേണ്ടത്. പക്ഷെ നടക്കാൻ പോകുന്ന എന്നാ? ഉറവ തുറന്നിരിക്കുന്നത് കാണും. അബ്രഹാമിന് മാക്സിമം കൊടുക്കാൻ ഒക്കുന്ന ഒരു തുരുത്തി വെള്ളമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ ഒക്കുന്നത് അല്പം കാര്യമല്ല, നിസ്സാര കാര്യമല്ല. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഉന്നത കാര്യമാ ദൈവം തുറക്കുന്നത്. ദൈവം എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതൊന്നും ദൈവം ചെയ്യത്തില്ല. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടത്, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചത് എല്ലാം ചെറുതായിരിക്കാം. പക്ഷെ നിനക്ക് വേണ്ടി ദൈവം വലിയത് വലിയത് വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു. ചില വലിയ വഴികളെ ദൈവം വലിയത് കാണും, വലിയത് കാണും. അതാ ദൂത്, വലിയത് കാണും. ഈ ചർച്ചിനോട് പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിൽ പറയാൻ പറയുന്നു, നീ വലിയത് കാണും, നീ വലിയത് കാണും. ഈ പ്രവചനം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേൽ എഴുതി വെക്കുക. ഞാൻ വലിയത് കാണുവാൻ വേണ്ടി പോകുകയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വരെ കണ്ടതല്ല നീ കാണാൻ പോകുന്നത്. ഇന്ന് രാവിലെ കണ്ടതുമല്ല നീ കാണാൻ പോകുന്നത്. വചനത്തിൽ ഇങ്ങനെ ഒരു പദം കിടപ്പുണ്ട്. അത് നല്ല ശ്രേഷ്ഠമാർന്നൊരു പ്രവചന ദൂതാണ്. നീ ഇന്ന് കണ്ട മിസ്രയമിനെ നീ ഒരു നാളും
ഇന്നൂടെ കാണത്തുള്ളത്. നിനക്ക് കഷ്ടത വരുത്തിയ പ്രതിസന്ധിയെ ഇന്ന് രാവിലെ കൂടെ നീ കാണത്തുള്ളൂ. ഇന്ന് കണ്ടതിനെ നീ ഒരിക്കലും ആ രോഗമില്ലേ ഇപ്പൊ കൂടെ ഉള്ളു അത് ആമേൻ അഴിഞ്ഞു മാറുകയാണ്. അത് അഴിഞ്ഞു മാറുക ഇന്ന് രാവിലെ. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരിക്കലും കാണത്തില്ല. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇതുവരെ നീ കണ്ട പ്രതികൂല ഇനി ഒരിക്കലും കാണത്തില്ല കേട്ടോ. ഇനി കാണത്തില്ല കേട്ടോ. തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ ഇതുവരെ ആമേൻ ഉണ്ടായിരുന്ന അന്തരീക്ഷം ഇനി ഇല്ല കേട്ടോ. ഇല്ല കേട്ടോ. ചിലർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സമാധാനമോ, വീട്ടിൽ കയറിയ സമാധാനം ഇല്ല. വീട്ടിൽ കയറിയ ഒരാളായിരുന്നു നിങ്ങളെ എഴുന്നേപ്പിച്ച് ഞാൻ ആലോചന പറഞ്ഞേനെ. വീട്ടിൽ കയറിയ സമാധാനമില്ല, അതിനകത്ത് ജീവിക്കണമെന്ന് പോലും ഇല്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആ വീടിനകത്ത് നിൽക്കുക. ഇന്ന് ഇവിടെ നിന്ന് ദൈവാത്മാവിൽ ഞാനത് പറയുമ്പോ നിന്റെ വീടിനകത്ത് ഇതുവരെ എഴുന്നേറ്റ് നിന്ന ആ ദുരാത്മ ശക്തികൾ അഴിഞ്ഞു മാറുകയാണ്. കാണത്തില്ല. അതിന് കാണത്തില്ല. പരിശുദ്ധം എന്ന് പറയുന്നു, ആ തകർച്ച ഇനി കാണത്തില്ല. ആ വെല്ലുവിളി ഇനി കാണത്തില്ല. ആ ഉടച്ചിലുകൾ ഇനി കാണുകയല്ല. ഇനി നീ കാണാൻ പോകുന്നത് അത്ഭുത വഴികളാണ്. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും പറ്റുമെങ്കിൽ പറഞ്ഞു, ഇത് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ കൂടെ ഞാൻ കാണുക എന്ന് പറ. തീർന്നു. അത് ലാസ്റ്റ് മിനിറ്റില്ല. ഇന്ന് 1:20 ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ പറയാ, ഇത് ലാസ്റ്റാ. ഇനി നിന്റെ വീട്ടിൽ ആ തകർച്ച കാണത്തില്ല. ഹല്ലേലൂയ. ഇനി നിന്റെ വീട്ടിൽ ആ രോഗം കാണത്തില്ല. ഇനി നിന്റെ ഭവനത്തിൽ ആ ഫിനാൻഷ്യൽ ക്രൈസിസ് കാണത്തില്ല. ഇന്ന് അഴിക്കാനുള്ളതിനെയൊക്കെ ദൈവം അഴിക്കുക. ഇവിടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ വീട്ടിൽ നീ തിരിച്ചു കയറുന്നതിന് മുമ്പേ ആ വീടിനകത്ത് നിനക്കെതിരെ നിന്ന ചില ശക്തികൾ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ പിന്നെ നീ എന്താ കാണാൻ പോകുന്നത്? നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ഇന്നലെ വരെ സംഭവിച്ചിട്ടില്ലാത്തത്. ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു ചെറിയ വഴിയല്ല, ഒരു വലിയ വഴി, ഒരു പെരുവഴി. ഇത്രയും സമയം നിന്നെ വിറപ്പിച്ചുകൊണ്ടിരുന്ന, ഇത്രയും സമയം നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന, തലേ രാത്രിയിൽ നീ ഭയന്ന് നിന്ന ചെങ്കടലില്ലേ, ആമേൻ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കാണാൻ പോകുന്നത് ചെങ്കടലല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാത്തൊരു കാര്യം ആ ഇരുട്ടിന്റെ മറവിൽ ദൈവം ചെയ്യാൻ പോകുക. കടലിനകത്തൊരു കാറ്റടിപ്പിക്കാൻ പോകുക. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, നീ അത്ഭുതം കാണേണ്ടതിന് ദൈവം ചില കാറ്റുകളെ, ഒരു കിഴക്കൻ കാറ്റിനെ നിന്റെ പ്രതികൂലത്തിന്റെ മേൽ അടുപ്പിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ വചനത്തിന്റെ ശക്തി ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. വചനം വെളിപ്പെടുമ്പോ എനിക്കറിയാം വിടുതൽ നടക്കാൻ പോവാ. വചനം വെളിപ്പെടുമ്പോ എനിക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുക, ദൈവത്തിന്റെ ചലനങ്ങൾ വെളിപ്പെട്ടു വരിക. വചനം വെളിപ്പെടുമ്പോ എനിക്ക് 100% ഉറപ്പാ. ദൈവം ഇന്ന് നിങ്ങളോട് ഇടപെടുക മാത്രമല്ല, അത് അത്ഭുതമായി വെളിപ്പെടാൻ പോകുക. ഇന്നലെ വരെ കേട്ട ചരിത്രം എന്നാന്നറിയാമോ? വാർത്ത എന്നാന്നറിയോ? കടലിൽ കാറ്റടിച്ച കര പ്രശ്നം ഉണ്ടാകും. ഹലോ, ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ആമേൻ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കൊട്ടാരക്കര വരെ അത് അടിക്കുമെന്നുള്ളതാണ്. മഴയായി ചിലപ്പം പെയ്യുമെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു ദോഷം ഉണ്ടാകാതെ നിനക്കുള്ള വഴി തുറക്കാൻ നീ പോലും അറിയാതെ
അടുത്ത ദിവസം രാവിലെ നിന്റെ കണ്ണു തുറന്നു നോക്കുമ്പോ നീ ഭയന്നതല്ല കാണാൻ പോകുന്നത്. നിന്റെ പുറപ്പാടുകൾ ആരംഭിക്കാം. ഓ, കർത്താവ് ചിലതിനോട് പറയുന്നു, നിന്റെ പുറപ്പാടുകൾ. ആ പടത്തെ ഒന്ന് സ്പർശിക്കാൻ ഒക്കുമെങ്കിൽ ആത്മാവിലൊന്ന് സ്പർശിച്ചോണം കേട്ടോ. പുറപ്പാടുകൾ ആരംഭിക്കാൻ പോകുക. വർഷങ്ങൾ പഴക്കമുള്ള അടിമത്ത നുകങ്ങൾ, ചങ്ങലകൾ പൊളിയാൻ പോകുക. ചർച്ച ഏറ്റെടുക്ക. പുറപ്പാടുകൾ ആരംഭിക്കുന്നു. പുറപ്പാടുകൾ. എവിടേക്കോ നിന്നുപോയ ആളുകളുണ്ട്, നിലച്ചുപോയ ആളുകളുണ്ട്, ശുശ്രൂഷയിൽ നിന്നുപോയവരുണ്ട്, ശുശ്രൂഷയിൽ ജീവിതത്തിൽ നിന്നുപോയവരുണ്ട്. കർത്താവ് പറയുന്നു, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഇന്ന് ദൈവം നിനക്കൊരു പുറപ്പാട് തരാൻ പോകുക. ഇന്ന് ദൈവം നിനക്ക് കർത്താവിന്റെ ശക്തി വ്യക്തമായി പ്രാരംഭ ദിവസം വെളിപ്പെടുന്നു. എനിക്ക് ആ ദൈവ സാന്നിധ്യത്തെ സെൻസ് ചെയ്യാൻ കഴിയുന്നു. ചർച്ചിനോട് പറയുന്നു, ഗെറ്റ് റെഡി. ഒരു പുറപ്പാടിന് വേണ്ടി റെഡിയാക, ഒരു പുറപ്പാടിന് വേണ്ടി റെഡിയാക. നിന്റെ കാല് നനയത്തില്ല, നിന്റെ കാല് നനയത്തില്ല, നിന്റെ കാല് നനയത്തില്ല. ഉണങ്ങിയ നിലത്തുകൂടി നീ അക്കരെ കടക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നിന്റെ ഭയപ്പെടുത്തിയത് നിന്റെ മേൽ വാഴുകയില്ല. ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു. യെസ്, കർത്താവ് തൊടുക, തൊടുക നിന്നെ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 7 പേരുടെ മേൽ ഒരു വലിയ പുറപ്പാട്. ഞാൻ തൊടത്തില്ല, കർത്താവ് തൊടാൻ പോവാ, കർത്താവ് തൊടാൻ പോവാ, കർത്താവ് തൊടാൻ പോകുക. ദൈവദാസനെ പുറപ്പെടാൻ സമയമായി. രാജ്യങ്ങൾ, പട്ടണങ്ങളിലേക്ക് നീ കടന്നു കയറുക. UK വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവം ഇന്ന് രാവിലെ നിന്റെ വിസ പ്രോസസ് ചെയ്യുന്നു. നിനക്ക് പരിധി വെച്ചതെല്ലാം പൊളിയാൻ പോവാ. നിനക്കൊത്തിരി പരിധി ഉണ്ടായിരുന്നു, അതിനെ ഇന്ന് രാവിലെ അതിനെ തകർക്കാൻ പോവാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പരിധി മുഴുവൻ പൊളിയാൻ പോവാ. പരിശുദ്ധാത്മാവ് പറയുന്നു, വർഷങ്ങൾ ബന്ധിക്കപ്പെട്ടവർ ഇന്ന് രാവിലെ വിടുവിക്കപ്പെടാ. വർഷങ്ങൾ ബന്ധിക്കപ്പെട്ടവർ, വർഷങ്ങൾ ബന്ധിക്കപ്പെട്ടവർ ഇപ്പോൾ ആ ബന്ധനങ്ങൾ അടിയട്ടെ. ആ ശാപങ്ങൾ ആമേൻ, ആമേൻ, ആമേൻ. നീ കാണാൻ പോകുന്ന തകർച്ചയല്ല, നീ കാണാൻ പോകുന്നത് വലിയ വഴികളാ. പരിശുദ്ധാത്മാവ് ദൂത് ആവർത്തിക്കാൻ പോകുന്നു. നീ കാണാൻ പോകുന്ന തകർച്ചയല്ല, നീ കാണാൻ പോകുന്ന കഷ്ടതയല്ല. മതിയെന്നേ, ഒത്തിരി കഷ്ടത കണ്ടില്ലേ, ഒത്തിരി നിലവിളിച്ചില്ലേ, ഒത്തിരി വേദനിക്കപ്പെട്ടില്ലേ. പക്ഷേ 2024 ഓഗസ്റ്റ് മാസം 19-ാം തീയതി പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇനി നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നത് വിശാല വഴികളാണ്, വിശാല വഴികളാണ്, വിശാല വഴികളാണ്, വിശാല വഴികളാണ്. ആമേൻ, ആമേൻ. ചില ആളുകൾ പറയുന്നു, എനിക്ക് ആരുമില്ല കൂടെ, പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഇന്ന് രാവിലെ നീ ഒറ്റയ്ക്ക് മതി, നീ ഒറ്റയ്ക്ക് മതി. നിന്റെ കൂടെ നിന്നെ ഒറ്റപ്പെടുത്താത്തൊരു ദൈവമുണ്ട്. നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരും കാണത്തില്ല, നിന്നെ ബലപ്പെടുത്താൻ ആരും കാണത്തില്ല, നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ നിന്നെ സഹായിക്കുന്ന ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് മാനുഷിക കരമല്ല, അത് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ കരമാണ് നിന്നെ സഹായിക്കാൻ ഇന്ന് രാവിലെ കർത്താവ് ഇറങ്ങുകയോ. അത്ഭുത രോഗശാന്തി കർത്താവ് ഇന്ന് രാവിലെ അയക്കാൻ പോവാ. കർത്താവ് ഇപ്പോൾ എന്നോട് പറയുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകൾ, ശ്വാസ തടസ്സങ്ങളുള്ള ആളുകൾ,
ഹാർട്ടിന്റെ പമ്പിങ്ങിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് രാവിലെ ഇതിനകത്തുണ്ട്. കരം ഉയർത്തിക്കോ, പ്രാർത്ഥിക്കാൻ പോവാ. ഇനി ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകത്തില്ല നിനക്ക്, ഇനി അതുണ്ടാകത്തില്ല. ഒന്ന് മുന്നോട്ട് വന്നു. ഇന്ന് രാവിലെ അത്ഭുത സൗഖ്യം വെളിപ്പെടാൻ പോകുക. അടുത്ത ദിവസം വന്ന് സാക്ഷ്യം പറഞ്ഞോണം. എന്നോടല്ല പറയേണ്ടത്, നിങ്ങളുടെ കർത്താവിന്റെ ദാസിന്റെ അടുക്കെ വന്ന് പറയണം, ഞാൻ അത് പിന്നെ അനുഭവിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ നിന്ന് ചിലത് ഇളകിപ്പോകാൻ പോവാ. സ്വെല്ലിങ്ങുകളാ, ശരീരത്തിൽ നീരുകളാ, നീര് വെപ്പിച്ചേക്കുക. പക്ഷെ ഇപ്പോൾ യേശുവിന്റെ സൗഖ്യം, മൈറ്റി നെയിം ഓഫ് ജീസസ്, ഈ മാതാവിന്റെ മേൽ സ്പർശനം ഉണ്ടാകട്ടെ. ഒരു സർജറി ഇപ്പൊ കർത്താവ് ചെയ്യുക കേട്ടോ. യേശു സർജറി ചെയ്താലുള്ള ഗുണം എന്നാന്നറിയോ? ഒരു തുള്ളി രക്തം പൊടിയത്തില്ല, കത്തി വെക്കത്തില്ല, കത്തി തൊടാതെ നിന്റെ ശരീരത്തിൽ ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ ഈ മാതാവിന്റെ മേൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. കർത്താവ് ചെയ്യുക. ആരാ ഉള്ളത്? അങ്ങനെയുള്ളവരൊന്ന് വന്നേ. പ്രശ്നമുണ്ടോ? ഇന്ന് പെട്ടെന്ന് വാ, പ്രാർത്ഥിക്കാൻ പോവാ. ആ ശ്വാസ തടസ്സങ്ങൾ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവര് പെട്ടെന്ന് വന്നേ. യേശുവിൻ നാമത്തിൽ സൗഖ്യം ഇന്ന് രാവിലെ ഉണ്ടാകും. നിങ്ങൾ മടിച്ചു നിൽക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവം തരുന്ന നിയോഗത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ അത്ഭുത നിലകളിൽ ആ വിടുതൽ പ്രാപിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സൗഖ്യം വ്യാപരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിടുതൽ വ്യാപരിക്കപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് വെച്ച ആ രോഗം ഇപ്പോൾ അത് എടുത്തു മാറുകയാ, എടുത്തു കളയുക ശരീരത്തിന് മേൽ. അഴിയാനുള്ളതൊക്കെ ഇപ്പൊ രാവിലെ അഴിയാം. പൊട്ടാനുള്ളതൊക്കെ രാവിലെ പൊട്ട. അഴിയാനുള്ളതൊക്കെ അഴിയ. ഇനി നീ തകർന്നിരിക്കത്തില്ല, ഇനി നീ തീർന്നിരിക്കത്തില്ല. ഇപ്പോൾ കർത്താവേ തൊടട്ടെ. ഉദരങ്ങളെ തൊടട്ടെ. യേശുവിൻ നാമത്തിൽ ഉദരങ്ങളെ തൊടട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം. ഓ രാജാരാബാദല്ല, ഒരു സീസൺ പോലെ അത്ഭുതം നടക്കുക. ഒരു സീസൺ. ഓ പ്രാർത്ഥിച്ചോ കേട്ടോ, പ്രാർത്ഥിച്ചോ. അത്ഭുത രോഗശാന്തി ഇപ്പോൾ വ്യാപരിക്കുന്ന, അത്ഭുത വിടുതൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, അത്ഭുത വിടുതൽ. ഓ come on, let us see the power of Holy Ghost. കൂട്ടമായ വിടുതലുകൾ നിന്റെ കുടുംബം മുഴുവൻ കാണാൻ പോകുക. കൂട്ടമായ വിടുതലുകൾ നിന്റെ തലമുറ മുഴുവൻ കാണാൻ പോകുക. കൂട്ടമായ അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ കാണാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരാളിലല്ല, 1 2 3 4 കംപ്ലീറ്റായി ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. തകർന്നത് മതിയെന്നേ ഒരു വലിയ ദൈവോർത്തിക്ക് വേണ്ടി നീ നിൽക്കുക. നിന്നെ തകർത്ത് കളയാൻ ശത്രു ഒത്തിരി നോക്കിയതാ. ജീവിക്കേണ്ടത് നീ പല ആവർത്തി പറഞ്ഞതാ. പക്ഷെ ദൈവത്തിന്റെ ഗ്രേസ് നിന്റെ മേൽ കിടക്കുക. മരണത്തെ ദൈവം തട്ടിക്കളഞ്ഞതാ. ദൈവാത്മാവേ, 2019 മുതൽ നിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ ചെറുതല്ല. നീ കാലെടുത്തു വെച്ച അന്ന് മുതൽ നീ അനുഭവിക്കുന്ന വെല്ലുവിളി ചെറുതല്ല. പക്ഷെ ഇന്ന് രാവിലെ ദൈവം തന്റെ ശക്തി കൊണ്ട് നിന്നെ നിറയ്ക്കുകയാ. നീ ഒറ്റക്കല്ല, ഇനി മുതൽ നീ ഒറ്റക്കല്ല. നിന്റെ കൂടാരത്തെ ദൈവം ഇളക്കാൻ പോകുക. നിന്റെ ഭവനത്തെ ദൈവം ഇളക്കാൻ പോകുക. നിന്റെ കൂടെ ചുറ്റും പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം പേര് എഴുന്നേൽക്കുന്നത് ഇപ്പോൾ ഞാൻ കാണുന്നു. പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരികയാ. യേശുവിൻ നാമത്തിൽ
ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ഫോൺ കോളുകൾ വരും. അതൊരു ദൈവപ്രവൃത്തിയുടെ ചില മെയിലുകൾ വരും. അതൊരു ദൈവത്തിന്റെ കരത്തിന്റെ. ഹല്ലേലൂയ. ഈ ചർച്ചിനകത്ത് നീ കയറിയത് തന്നെ ദൈവത്തിന്റെ ഫേവറാണ്. ഒരിക്കൽ ഞങ്ങളുടെ ദൈവസഭയിൽ ഒരു സഹോദരി വന്നു. ആ സഹോദരി ആദ്യമായിട്ടാണ് വന്ന് കയറിയത്. വരാൻ കാരണം ന്യൂസിലാൻഡിലേക്കുള്ള വിസയുടെ പ്രോസസ്സിങ്ങുകളെല്ലാം നടന്നു. പക്ഷെ വിസ വന്നില്ല. 3 മാസം 4 മാസം 5 മാസം വെയിറ്റ് ചെയ്ത് 6 മാസമായി. ചർച്ചിൽ വന്ന ഏറ്റവും ബൈക്കിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ആദ്യമായിട്ട് വരുന്ന യേശുവിൻ നാമത്തിൽ നിന്റെ വഴി ഓപ്പൺ ആകുന്നു, മെയില് നിനക്ക് വരുന്നു. ആലോചന പറഞ്ഞ് ഇരുന്ന ഉടനെ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സഹോദരിയുടെ മെയിലിൽ വിസ വന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 2 മണിക്കൂർ കഴിഞ്ഞല്ല, ഓൺ ദ സ്പോട്ടിൽ ആ സഹോദരി പറഞ്ഞു, വന്നു കഴിഞ്ഞു. എടാ, നിയോഗത്തിന്റെ സ്ഥലത്തോട്ട് കയറിയാൽ നിന്റെ വഴി തുറന്നുകൊണ്ടേയിരിക്കുക. ഇന്നലെ വരെ അടഞ്ഞ എല്ലാ വഴികള് ഇന്ന് രാവിലെ കമോ നീ നിയോഗമുള്ളവന്റെ കൂടെ നിൽക്ക, ദൈവകൃപയുള്ളവന്റെ കൂടെ നിൽക്ക. അഭിഷേക് ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിയോഗമുള്ളവന്റെ കൂടെ നിൽക്കാവുള്ളൂ. ഇന്ന് ചില ആളുകളുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞാലും അടുത്തൊരാളെ കരം പിടിച്ച് കയറ്റത്തില്ല. അവർക്ക് ശേഷം ആരും വേണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുള്ള ഒരാത്മീയ മേഖലയിൽ നിൽക്കുമ്പോൾ നീ വ്യത്യസ്തനാകണം. നീ അനേകർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനാകണം. നിയോഗമുള്ള ഒരു അഭിഷിക്തന്റെ കൂടെ നിൽക്കാവുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവദാസനെ ദൈവം തന്നേക്കുന്നത്. നിയോഗമുള്ള അഭിഷിക്തന്റെ നോട്ടം എങ്ങോട്ടാണെന്നറിയാവോ? നിങ്ങളിൽ നടക്കാൻ പോകുന്ന ദൈവ പ്രവൃത്തിയിലേക്ക്. ആമേൻ പറഞ്ഞേ. നിൽക്കേണ്ടവന്റെ കൂടെ നടന്നാൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും, അടയാളങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, വീര്യപ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയാം, കർത്താവിന്റെ ദാസനെ ദൈവം നിയോഗിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഇറക്കിയത് പണം ഉണ്ടാക്കാനുള്ള വഴിയല്ല. അതിന് അദ്ദേഹത്തിന് അറിയാവുന്ന ഒത്തിരി കാര്യമുണ്ട്. ഇതിന്റെ പിൻപിൽ ഒരു നിയോഗമുണ്ട്. യേശുവിന് നിങ്ങളുടെ ആരുടെയും പണം വേണ്ട, പക്ഷെ കർത്താവിന്റെ രാജ്യം വിശാലമാകണമെങ്കിൽ പണം വേണം. ആമേൻ പറയണം. യേശുവിന് പണം വേണ്ട. യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിരിക്കുകയാണ്. പക്ഷെ യേശുവിന്റെ നാമം ഉയരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണം വേണം. ആമേൻ പറഞ്ഞാട്ടെ. നല്ലൊരാമേൻ പറഞ്ഞു. ഒരു വിശാലത നമ്മിൽ വെളിപ്പെട്ടു വരണം. ഇന്നത്തെ ഓഫറിങ് കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നില്ല എത്ര രൂപ ഇട്ടെന്ന്. നിങ്ങൾക്ക് അറിയാം, ദൈവത്തിനും അറിയാം. ചിലർ വർഷങ്ങളായിട്ട് ആ 10ന്റെ കെട്ട് ഇതുവരെ പൊട്ടിയിട്ടില്ല. മാക്സിമം 20. ഇന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോകണം. ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് റോഡിൽ കൂടെ പോകുമ്പോൾ എഴുതി വെച്ചേക്കുന്ന 1.5 കിലോ 100 രൂപ. നമ്മൾ കർത്താവിന്റെ സന്നിധി വന്നിട്ട് 20 രൂപ കൊടുത്തേച്ച് നമ്മൾ വളരെ ഡീസൻ്റ് ആയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് എത്ര വലുതാ. നിങ്ങളുടെ എല്ലാവരുടെയും ആമയും കുറഞ്ഞു കണ്ടോ? ലിജോ പാസ് വല്ലതും പറഞ്ഞ് ഏൽപ്പിച്ച് കാണും. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞാലൊട്ട് ഞാൻ പറയത്തുമില്ല. കർത്താവ് പറഞ്ഞാൽ ഞാൻ പറയും. പണം ലിജോ പാസ് നല്ല കേട്ടോ, കർത്താവിന്റെ രാജ്യത്തിനാണ്. ആമേൻ പറയണം. വേറെ എവിടെ ഡിപ്പോസിറ്റ് ചെയ്താലും ഇന്ന് മാക്സിമം ഡിപ്പോസിറ്റ് ചെയ്താൽ 8% ബാങ്കുകളിൽ കിട്ടും. അല്ലാത്ത ഇടങ്ങളിൽ നീ ഡിപ്പോസിറ്റ് ചെയ്താൽ 10-14% കിട്ടുന്നിടമുണ്ട്. അത് ചിലപ്പം പൊട്ടിപ്പോകും. ഉണ്ടെന്നില്ലല്ലോ ആരും. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്ത ആ ബാങ്ക് പൊട്ടത്തില്ല.
ആ ബ്രാഞ്ച് പൊട്ടത്തില്ല, ആ ബാങ്ക് പൊട്ടത്തില്ല. കർത്താവ് പറയും, ഞാൻ തിരിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ 1,00,000 രൂപ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ ആ ബാങ്കിൽ 7% പലിശ ഉണ്ടെങ്കിൽ ആ 1,00,000-ന്റെ 7% പലിശ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്താൽ അമർത്തി കുലുക്കി, ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ, അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. ഞാൻ ആത്മാവി പറയാം, കൊടുക്കുന്നെങ്കിൽ മനസ്സ് തുറന്ന് കൊടുക്കേണ്ടത് കർത്താവിന് വേണ്ടിയാണ് കൊടുക്കേണ്ടത്. ആമേൻ, ആമേൻ. ചില ആളുകൾ എന്നെ നോക്കിയിട്ട് പറയുന്നു, പാസ അന്തരീക്ഷം കളയരുത്, പാസ നേരത്തെ നിന്ന പോലെ നിൽക്കണം. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് പറയാതെ പോയിട്ട് കാര്യമില്ല. പ്രാപിച്ചാൽ മാത്രം പോരാ, വിതയ്ക്കുന്നവരായി മാറണം. ആമേൻ പറഞ്ഞു. അങ്ങനെ വിതയ്ക്കാൻ തുടങ്ങിയാൽ അത്ഭുതം നടക്കും, അടയാളം നടക്കും, നിന്റെ തലമുറയുടെ വഴി തുറന്നു വരും, നിന്റെ ഉയർച്ച സംഭവിക്കും. കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. നീ വായ്പ വാങ്ങാൻ ഇടവരികയല്ല, കൊടുക്കുവാൻ സമൃദ്ധി കിട്ടും. നീ കാണും, വലിയത് നീ കാണും. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ട്. ദൈവം പറയുന്ന പ്രവചനം അതുപോലെ ദൈവം നടത്തും കേട്ടോ. നടത്തുന്ന ദൈവമാണ്. ദൈവം ദൂത് പറഞ്ഞാൽ ആ ദൂതിനെ നിറവേറ്റുന്ന ദൈവമാണ്. മനുഷ്യന്റെ വാക്ക് മാറിയാലും ദൈവത്തിന്റെ വാക്ക് മാറുകയില്ല. മനുഷ്യൻ അകന്നാലും ദൈവം അകലത്തില്ല. മനുഷ്യൻ ആമേൻ തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയല്ല. തള്ളിക്കളഞ്ഞതിനെ ദൈവം മൂലക്കല്ലാക്കി പ്രഥമ നിലയിലോട്ട് ദൈവം ഉയർത്തും. സ്തോത്രം പറയുന്നവർ ആമേൻ പറഞ്ഞോണം. എവിടെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞോ അവരുടെ നടുവിൽ ദൈവം നിന്നെ ആദരിക്കാൻ പോകുകയാ. അവരുടെ നടുവിൽ നിന്റെ ശത്രുക്കൾ കാണുക നിനക്ക് ദൈവം വിരുന്നൊരുക്കുക. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ പറഞ്ഞ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കൾ കാണുക ദൈവം നിനക്ക് വിരുന്നൊരുക്കാൻ പോകുക. നിന്റെ ശത്രു കാണുക ദൈവം നിനക്ക് വിരുന്നൊരുക്കുന്ന ഇപ്പോ. ഹല്ലേലൂയ. ഇപ്പോൾ ലൈവിലുള്ള ഈ 39 പേരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ കണ്ണുകൊണ്ട് അത്ഭുതങ്ങൾ കാണാൻ പോകുക. നിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുക. നിങ്ങൾ ഇന്ന് ഈ വചനത്തോടുകൂടെ ജോയിൻ ചെയ്ത് നിൽക്കുന്നത് കേവലം സമയം ഉള്ളത് കൊണ്ട് വരികയല്ല, ഈ വചനം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉറപ്പിച്ച് ഞാൻ പറയാം, നിന്റെ ലൈഫ് അത്ഭുതം കാണാൻ പോകുന്നു. അതിനുള്ള സമയമായി, അതിനുള്ള കാലമായി പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്താൻ പോകുക. കരങ്ങൾ അടിച്ച് ആമേൻ പറയണം. കരങ്ങൾ അടിച്ച് ദൈവം ചില സമയത്ത് ദൂതുകൾ പറയുമ്പോൾ വഴി തിരിച്ചു വിടാറുണ്ട്. ഒരിക്കൽ ഞാൻ ദൈവം നൽകി തന്ന ദൈവസഭയിൽ മിക്കവാറും പ്രസംഗിക്കുമ്പോൾ അതൊരു സബ്ജക്റ്റും എടുത്തോണ്ടാണ് പ്രസംഗിക്കാറുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ എടുത്തുകൊണ്ട് വന്ന സബ്ജക്റ്റുകൾ വഴി തിരിഞ്ഞു പോകാറുണ്ട്. അവിടെ എനിക്കറിയാം ദൈവം ആ നിയോഗത്തിലേക്ക് വിടുകയാണ്. ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന വഴിയിൽ ലൈവിനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മരിക്കേണ്ട വ്യക്തിയല്ല, നീ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട വ്യക്തിയാ. ഇത് പറഞ്ഞ ഉടനെ എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മേശപ്പുറത്ത് ഞാൻ ഫോൺ വെച്ചിരിക്കുക, റിങ് ചെയ്യുന്നു, ഞാനത് ക്യാൻസൽ ചെയ്യുന്നു, സൈലന്റിൽ ഇടുന്നു, വീണ്ടും റിങ് ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരേ നമ്പർ 20, 30, 40, 50 പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രസംഗം തുടങ്ങിയതേ ഉള്ളൂ, 20 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞങ്ങളുടെ ഡെലിവറൻസ് സർവീസിൽ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന മീറ്റിങ്ങിൽ എനിവേ ആ പ്രസംഗം പൂർത്തീകരിച്ച ഉടനെ ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്തു. ഇത്രയും പ്രാവശ്യം ആദ്യമായിട്ട് ഒരാൾ എന്നെ വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു, സാർ ആരാന്നറിയത്തില്ല, ഞാനൊരു ഷോളുമായിട്ട് എൻ്റെ റൂമിലേക്ക് മരിക്കാൻ കയറിയപ്പോഴാണ് സാറ് പറഞ്ഞത്, നീ മരിക്കേണ്ടയാളല്ല, നീ ജീവിക്കേണ്ടയാളാണ്. ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാരി
എൻ്റെ ചിന്ത ഏതാ, 21 24 ആണ് കേട്ടോ. ആ ചെറുപ്പക്കാരി പറയുകയാണ്, ഞാൻ മരിക്കേണ്ടയാളാ. സാറ് പറഞ്ഞു മരിക്കേണ്ടെന്ന്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തു. ആ സഹോദരി പറഞ്ഞു ഫേസ്ബുക്ക് അടച്ചു, ഡീആക്ടിവേറ്റ് ചെയ്തു മരിക്കാൻ വേണ്ടി. അടുത്തത് യൂട്യൂബിൽ കൂടെ നോക്കിയിട്ട് മരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാ ആരോ സ്ക്രോൾ ചെയ്തതിൻ്റെ കൂടെ ഇത് കയറി വന്നു. ഞാൻ തുറന്നപ്പോൾ നീ മരിക്കരുത്, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ മരിക്കാൻ പോയെ? എന്നോട് പറഞ്ഞു, ബ്രദറെ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാറേ എന്നാ വിളിച്ചു. സാറേ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, ഏത് പ്രാർത്ഥനാ സ്ഥലമാ? ഒരു സാധാന്യ ആരാധനയിലേക്ക് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് പറയുന്ന ഏത് കാര്യവും നടക്കും. അവൾ പറഞ്ഞു, 2 വിഷയം ഞാൻ പറഞ്ഞു, 2ഉം അതുപോലെ നടന്നു. വർക്ക് തീർന്നില്ലെങ്കിലും സാലറി കട്ടാകരുത്. എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ സെൻസ് ചെയ്യത്തക്കവണ്ണം എനിക്കൊരു സൗന്ദര്യം ഉണ്ടാകണം. എന്നോടാ യുവതി എന്നോട് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. ഞാൻ കുറേ കാലങ്ങൾ ആ പ്രാർത്ഥനയിൽ, സാധാന്യ ആരാധനയിൽ പോയി. ഒരു ദിവസം ആ സാധാന്യ ആരാധനയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ അവളോട് പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ആ മാന്യയായ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയേ ഉള്ളൂ, വല്യമ്മയേ ഉള്ളൂ, സഹോദരങ്ങൾ ഉണ്ട്. ഞങ്ങൾ ഒത്തിരി കഷ്ടതയിൽ കൂടെ വളർന്നതാ. എനിക്ക് അവരെ ആരെയും വിഷമിപ്പിച്ച് എനിക്കൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഭീഷണിയായി, പ്രശ്നമായി. ഒരു ദിവസം രാത്രി കിരാമാനം അവിടുന്ന് ഓട്ടോ പിടിച്ചു വെഞ്ഞാറമൂട്ടിൽ വന്ന്, വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആ സഹോദരിയുടെ വീട്ടിലെത്തി. ഞാൻ ഈ ലൈവ് കാണുന്നതുകൊണ്ട് ആ സ്ഥലം പറയാത്ത. എന്നിട്ട് എന്നോട് പറഞ്ഞു, വന്ന ഉടനെ വരുന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ സിം കാർഡുകൾ ഒടിച്ചു കളഞ്ഞു. വീട്ടിൽ വന്ന് അടുത്ത ദിവസം പുതിയൊരു സിം എടുത്തു. സിം എടുത്ത ഉടനെ ആദ്യത്തെ കോൾ അവൻ്റെ കോളാണ്. സിം മാറി മാറി 8 തൻ്റെ പേരിലെടുത്തു. 8 സിം തൻ്റെ പേരിലെടുത്തു. കേട്ടോണം, സിം അതിനകത്തോട്ട് ഇടുന്ന ഉടനെ ഇവൻ്റെ കോള് വരിക. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എന്ത് ചെയ്താലും എനിക്ക് നിന്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടും. എനിക്കത് അറിയാൻ കഴിയും, സെൻസ് ചെയ്യാൻ കഴിയും. ഫോൺ നമ്പർ സെൻസ് ചെയ്ത് വിളിക്കുക. 9ാം പ്രാവശ്യം തൻ്റെ അമ്മയുടെ ആധാർ കാർഡ് കൊടുത്ത് അമ്മയെ കൊണ്ട് സിം എടുപ്പിച്ചു. അന്ന് രാവിലെ 9ാമത്തെ സിം വേറൊരു ഫോണിലിട്ടു. ആ ഫോണിൽ, അമ്മയുടെ ഫോണിലിട്ട് അത് ആക്ടിവേറ്റായി മിനിറ്റുകൾക്കുള്ളിൽ അവൻ്റെ ഫോൺ കോൾ വന്നു. വന്നിട്ട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ആരും അറിയാതെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ തീരുമാനിച്ചു, ഇനി മരിക്കുന്നതാ നല്ലത്. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് 1 മണിക്ക് ഞാൻ പറഞ്ഞു, ഇനി നീ സിം മാറരുത്, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി ആ കോള് നിന്റെ ഫോൺ കോളിൽ വരത്തില്ല. 9 സിം മാറിയിട്ടും വന്ന കോള് ആഗസ്റ്റ് മാസം 19-ാം തീയതി വരെ വന്നിട്ടില്ല. പിന്നെ കാര്യം, അഴിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയെ ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത് അതാ. ദൈവം ചിലതിനെ അഴിക്കാൻ പോകുക, ദൈവം ചിലതിനെ മാറ്റാൻ പോകുക. എത്ര വെല്ലുവിളിച്ചു വരുന്ന മന്ത്രവാദമാണെങ്കിൽ, ആഭിചാരമാണെങ്കിൽ, പൈശാചിക ആരാധനയാണെങ്കിൽ അതഴിയാൻ പോകുകയോ. ആമേൻ, 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 ആമേൻ പറഞ്ഞോട്ടെ. ദൈവ നിയോഗം തരുന്നെങ്കിൽ നീ മൂവ് ചെയ്തോണ. ദൈവ നിയോഗം തരുന്നെങ്കിൽ നീ കാലെടുത്തു വെച്ചോണ. എന്തിനാണെന്നറിയാമോ? വലിയ ചില ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ വേണ്ടി. ചർച്ചിനകത്ത് ഇന്ന് രാവിലെ ആയിരിക്കുന്ന നിങ്ങളോട് പറയാ, നിങ്ങളത് കാണുവാൻ വേണ്ടി പോകുകയാണ്. അഭിഷിക്തൻ പറയുന്ന വാക്കിന് വില കൊടുക്കണ. ദൈവം നിങ്ങളെ നിയമിച്ചാക്കിയവർ പറയുമ്പോൾ അതിന് ആമേൻ പറയണ, അതനുസരിക്കാൻ തയ്യാറാകണ. അങ്ങനെയെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് വിശാലമായ കരമടിച്ച് ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ.
ഏലിയാവെന്ന് പറയുന്ന ദൈവത്തിന്റെ മനുഷ്യൻ തൻ്റെ ശുശ്രൂഷകളിൽ ഒരാളോട് പറഞ്ഞു, നീ ചെന്ന് നോക്ക്. നിൽക്കുന്നിടത്ത് നിന്ന് നോക്കാനല്ല പറഞ്ഞു, നീ ആ ഉയരത്തിലെ പർവ്വതത്തിൽ ചെന്ന് നോക്ക്, നീ എന്ത് കാണുന്നു? മുകളിൽ വരെ കയറിപ്പോയവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ ഒന്നും കാണുന്നില്ല. നമ്മുടെ ഭാഷ പറഞ്ഞ പണ്ട് വെളിപ്പാടുണ്ടായിരുന്നു, ഇപ്പൊ സാറിന് വെളിപ്പാടൊന്നുമില്ല. ഹലോ, രണ്ടാം പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങി താഴേന്ന് ബസ് പിടിച്ച് കൊട്ടാരക്കര പോയിട്ട് തിരിച്ചു വന്ന് ബസ്സേ കയറി വരുന്ന ലെവലല്ല ഇത്. ചില സമയങ്ങൾ നടന്ന പർവ്വതത്തിന്റെ മുകളിൽ പോയി നോക്കണം. മൂന്നാം പ്രാവശ്യം പോകുമ്പോഴും ഒരു പക്ഷെ നമ്മളായിരുന്നു പറഞ്ഞനെ, പ്രൈസ് പാസ്ന്ന് പഴയ പോലെ വെളിപ്പാടൊന്നുമില്ല, പുള്ളി ഏതാണ്ട് കാണുന്നെന്നാ പറഞ്ഞ് പോയി നോക്കാൻ പറഞ്ഞ. നാലാം പ്രാവശ്യം ചെന്നു, അഞ്ചാം പ്രാവശ്യം ചെന്നു, മടിയില്ല. നമ്മളൊക്കെയാണെങ്കിൽ 5 പ്രാവശ്യം കൊണ്ട് നിർത്തും. പിന്നെ പറയും, എന്നെ കൊണ്ട് സൗകര്യമില്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അത് കണ്ടാൽ കണ്ടു. 6ആം പ്രാവശ്യം കഴിഞ്ഞു, പക്ഷെ വീണ്ടും ദൈവശബ്ദത്തിന് വില കൊടുത്തു. 7ആം പ്രാവശ്യം തിരിച്ചു വരുമ്പോ അവൻ പറയുന്നൊരു കൈപോലെ ഒരു മേഘം ഞാൻ കണ്ടു. ഇന്നത്തെ വിഷയമാണ്, കാണാൻ പോകല്ല. കൈപോലെ ഒരു മേഘം ഞാൻ കണ്ടു. 6 പ്രാവശ്യം ഞാൻ ഒന്നും കണ്ടില്ല, പക്ഷെ 7ആം പ്രാവശ്യം 7 എന്ന് പറയുന്ന ഒരു നിയോഗത്തിന്റെ സംഖ്യ. ദൈവവചനപ്രകാരം അതൊരു നിയോഗമാ. ഈ 7 ദിവസത്തെ പ്രാർത്ഥനയിൽ ചില കൈനി കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ 3.5 വർഷം കൊണ്ട് കണ്ടിട്ടില്ലാത്തത് കാണാൻ പോകുക. 3.5 വർഷം കൊണ്ട് നടക്കാത്തത് നടക്കാൻ പോകുക. 3.5 വർഷം കൊണ്ട് കണ്ടിട്ടില്ല. എലിയാ പറഞ്ഞു, ഇനി നീ പോകണ്ട, നീ കൈ പോലെ ആ മേഘം കണ്ടില്ലേ, കൈ പോലെ മേഘം കണ്ടില്ലേ, അടുത്തത് നടക്കാൻ പോകുന്നത് ചെറിയ മഴയല്ല, വലിയ മഴ പെയ്യാൻ പോകുക. ഇന്ന് രാവിലെ ദൈവം എന്താ പറയുന്ന, ദൈവം കാണിക്കുന്ന അടയാളം ചെറുതാ, പക്ഷെ നടക്കാൻ പോകുന്നത് വലുതാ. അടയാളം കണ്ടവേ നന്മ കാണാൻ പോകുന്നു. പ്രാപിക്കാനുള്ളവര് പ്രാപിച്ചോ. ഇന്ന് രാവിലെ ചെറിയ അടയാള വലിയ വഴികളെ കൊണ്ടുവരോ. ഇന്ന് രാവിലെ ചെറിയ അടയാള, ചെറിയ സൈനുകൾ. ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന്റെ കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായിട്ട് അടിച്ച് കർത്താവിനെ ആരാധിക്കും. നന്നായിട്ട് സ്തോത്രം പറഞ്ഞേ. പുറപ്പെടാൻ ദൈവത്തിന്റെ അന്നാ പറയുന്ന വർഷങ്ങൾ ചലനമില്ലാത്ത വിഷയത്തിൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങാൻ പോകുന്ന ഈ സഭയോട് ദൈവം എന്നാ പറയുക, ഈ ചർച്ച അടയാളങ്ങൾ കാണാൻ പോകുക. സൈനുകൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ചോ, സൈനുകൾ ഈ ചർച്ചിനകത്ത് വെളിപ്പെടാൻ പോകുന്ന അടയാളങ്ങൾ. 2024 ചെറിയ അടയാളങ്ങൾ വലിയ പ്രവൃത്തിയെ കൊണ്ടുവരാ. ചെറിയ അടയാളങ്ങൾ. Come on! വലിയ വഴികളെ കൊണ്ടുവരുന്നു. ചെറിയ അടയാളങ്ങൾ വലിയ നന്മകളെ കൊണ്ടുവരുന്നു. ചെറിയ അടയാളങ്ങൾ. ഹല്ലേലൂയ. നീ കാണാൻ പോകുന്നത് മാനുഷിക പദ്ധതികളല്ല. വിശ്വസിച്ചോ, നീ ദൈവത്തിന്റെ മഹത്വം കാണ. വിശ്വസിച്ചോ, നീ ദൈവത്തിന്റെ മഹത്വം കാണ. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞു. ഒരു അസാധാരണമായ പകർച്ചകൾ.
Ratana dana 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 dana. Rata ratara tarana tarata. Oh, sarakalaga saraga 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 saravaidala. Arthanaga tunaga sanaveda sanavaide. Ratara tara 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 ude. അടയാളങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു. സൈനുകൾ നിങ്ങൾ കാണാൻ പോകുന്നു. അടയാളം കണ്ടാൽ ഒരു കാര്യം ഉറപ്പിച്ചു, അടുത്തത് ഒരു അത്ഭുതമായി മാറാൻ പോകുകയാ. അടുത്തത് ഒരു ദൈവ പ്രവൃത്തിയായി മാറാൻ പോകുകയാ. അടുത്തൊരു ദൈവഹിതമാണ്. വലിയത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. വലിയത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. വലിയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്. കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുക, നിങ്ങൾ ചെറുതല്ല, വലുത് കാണാൻ പോകും. പ്രാർത്ഥിക്കാൻ പോവുക. നിയോഗമുള്ളവർ മുന്നോട്ട് വന്നു. ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ നീ അനുഭവിക്കാൻ പോവുക. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം ഓപ്പൺ ചെയ്യുക. ഒരു ഡോർ ഓപ്പൺ ആകുന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു. നീ തകർച്ച കണ്ട അതേ കണ്ണുകൊണ്ട് നീ അനുഗ്രഹം കാണും. നീ വിഷമിച്ച അതേ വീടിനകത്ത് ദൈവത്തിൻ്റെ അതിശയം നീ കാണും. ഒരത്താഴം വിരുന്ന് ഒരുക്കപ്പെടുന്നത് പോലെ നിന്റെ ലൈഫിൽ കർത്താവ് ചിലത് ഒരുക്കിക്കൊണ്ടുവരിക. രക്തബന്ധങ്ങളുടെ നടുവിൽ നീ ഒറ്റപ്പെട്ടവളാണ്. എന്നാൽ കർത്താവ് ഇന്ന് നിന്നെ ചേർത്ത് പിടിക്കുകയാണ്.
അതൊരു സാധാരണ ദൈവപ്രവൃത്തിക്കല്ല. കർത്താവിൻ്റെ മഹത്വം നീ കാണാൻ പോകുകയാണ്. അതിനുള്ള സമയമായി. അത്ഭുത രോഗശാന്തി ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ചില ഡിപ്രഷനുകൾ മാറിപ്പോകുകയാണ്, നിരാശകൾ മാറിപ്പോകാൻ പോകുകയാണ്. ഒന്നും ആകാൻ ഒത്തില്ലല്ലോ, നിരാശപ്പെട്ട് നിൽക്കുക. കർത്താവ് എടുത്ത് കളയാൻ പോവുക. ദ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, ആ സ്ട്രെസ് യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ കർത്താവെ പ്രാർത്ഥിക്കുക. ദൈവം ഈ മകനിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കട്ടെ. ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ, ഒരു നന്മയില്ലാത്തവനായിപ്പോയല്ലോ ഞാൻ. അങ്ങനെ വിഷമിപ്പിച്ച ആ ശക്തി മാറിയിട്ട് ഫ്രീ ആകുക കേട്ടോ. ഇന്ന് രാവിലെ കർത്താവ് പറയുന്ന ഒരു വലിയ ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലത് തിരിച്ചറിയത്തക്ക നിലയിൽ കർത്താവിൻ്റെ കരം വെളിപ്പെടുക. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. തൈറോയിഡ് സംബന്ധമായി രോഗങ്ങളിലുള്ളവർ കൈ ഉയർത്തിക്കോ. പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ അടുത്ത ദിവസം ചെന്ന് ടെസ്റ്റ് ചെയ്തോണം, സാക്ഷ്യം വന്ന് പറഞ്ഞോണം. ഇന്ന് രാവിലെ ദൈവം അതെടുത്ത് കളയാൻ പോവാ. കൈ ഉയർത്തി പിടിച്ചു. ആ തൈറോയിഡ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ നിലകളിൽ രോഗം അനുഭവിക്കുന്നവർ അവരുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ. തൈറോയിഡ് ഗ്ലാൻഡുകൾ ഇപ്പോൾ അത് മാറിപ്പോവുക. ഇപ്പോൾ അത് മാറുക, മാറുക. ഷാറാബാന വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അത് മാറുവത്. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ രക്തം സകല രോഗങ്ങൾക്കും സൗഖ്യമായി. ഇപ്പോൾ അത് മാറും, ഇപ്പോൾ അത് മാറും. മൂവ് ചെയ്യും. അത് നിങ്ങളുടെ ശരീരത്തിൽ ആ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മൂവ് ചെയ്തു പോകുന്നത് നിങ്ങൾക്കറിയാം. യേശുവിൻ നാമത്തിൽ ആ തൈറോയിഡ് ഗ്ലാൻഡുകൾ ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ മാറട്ടെ, ഇപ്പോൾ തന്നെ മാറട്ടെ. യേശുവേ, അലർജിക്കൽ ഡിസീസുകളുള്ളവർ ഇന്ന് കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ ചില ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം കഴിച്ചാൽ പ്രശ്നമാണ്, ആഹാരം കഴിച്ചാൽ പ്രശ്നം, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കഴിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ അത് മാറും. അങ്ങനെയുള്ള ആളുകൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. കരം ഉയർത്തി പ്രാർത്ഥിച്ചു യേശുവിൻ നാമത്തിൽ. അങ്ങനെയുള്ള ആളുകൾ അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടൊന്ന് പറഞ്ഞ് എനിക്ക് വലിയത് ചിലത് കാണണമെന്നൊന്ന് പറഞ്ഞ്. ചെറുതല്ല എനിക്ക് വേണ്ടി വെളിപ്പെടേണ്ടത്, ചെറുതല്ല എനിക്ക് വേണ്ടി ചലിക്കേണ്ടത്, ചെറുതല്ല ഞാൻ കാണേണ്ടത്. ഞാൻ കാണേണ്ടത് വലുതാണ്, ഞാൻ കാണേണ്ടത് വലുതാണ്. ഞാൻ കാണേണ്ട വഴികൾ വലുതാണ്, ഞാൻ അനുഭവിക്കേണ്ട നന്മകൾ വലുതാണ്, ഞാൻ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ വലുതാണ്. എൻ്റെ തലമുറ ആ നന്മ കാണും, ഞാൻ ആ നന്മ കാണും. ഞാൻ അനേകർക്കൊരു അനുഗ്രഹമായി മാറും. ഞാൻ അനേകരുടെ നടുവിൽ വലിയ വാതിൽ തുറന്നവനായി മാറും, ഉന്നത വഴികൾ പ്രാപിച്ചവനായി മാറും. നീ മുഖാന്തരം ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ കേട്ടോ, പ്രാർത്ഥിച്ചോ. നീ മുഖാന്തരം ഒരുപാട് വ്യക്തികൾ നന്മയിലേക്ക് കയറാൻ പോകുകയാണ്, അനുഗ്രഹത്തിലേക്ക് കയറാൻ പോകുകയാണ്. നിങ്ങളുടെ വീട് മുഴുവൻ ദൈവത്തിൻ്റെ ഉറവകൾ കൊണ്ട് നിറയാൻ പോകുകയാണ്, ദൈവത്തിൻ്റെ വഴി കൊണ്ട് നിറയാൻ പോകുകയാണ്, ദൈവിക വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറയാൻ പോകുകയാണ്, ഉന്നതി കൊണ്ട് നിറയാൻ പോകുകയാണ്. ആള് മാറിയവനെ പോലെ ദൈവം നിന്നെ മാറ്റുകയാ. ഇനി നീ ഉന്നതി പ്രാപിക്കുന്നവളാകും. സംഭവിക്കുവാണ്. നിന്റെ ജീവിതത്തിന്റെ നിരാശയുടെ കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടുകയാ. ഓ ഷാറാബാന സ്വീകരിച്ചു. അത്ഭുത വിടുതൽ നിന്റെ വീട്ടിൽ നടക്കുക, നിന്റെ വീട്ടിൽ നടക്കുക. അത്ഭുത വിടുതൽ. ചിലതിനെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു, തൊട്ടുകൊണ്ടിരിക്കുന്നു. നിന്ന മാറും, നിന്ന മാറും, ആ തകർച്ച മാറും, ആ ഞെരുക്കങ്ങളെ കർത്താവ് എടുത്തു. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ.
കരുണയിൻ കരത്താൽ താങ്ങുന്നവൻ, പുതുവഴി ഒരുക്കി കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നും താങ്ങുന്നവൻ, കരുണയിൻ കരത്താൽ താങ്ങുന്നവൻ, പുതുവഴി ഒരുക്കി കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നും കാണുന്നവൻ. വിശ്വസിച്ച് ദൈവിക അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ഉന്നതമായ നിലയിൽ അനുഗ്രഹം പ്രാപിക്കണം യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവേ ദൈവം ഞങ്ങളോട് സംസാരിച്ചല്ലോ, ഇതിലും വലുത് ഞങ്ങൾ കാണും. കർത്താവേ, ഇന്ന് ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, വിവിധ രാജ്യങ്ങൾ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, കർത്താവേ എല്ലാവർക്കും ഇന്ന് രാവിലെ അവരുടെ ലൈഫിൻ്റെ അകത്തൊരു വലിയ ബ്ലെസ്സിങ് ആയി മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടന്നു വന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്താട്ടെ. തുടർന്നുള്ള വൈകുന്നേര സെക്ഷനിൽ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ, അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ. കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. നാളെ രാവിലെ കർത്താവിൻ്റെ ദാസൻ തലയോല പറമ്പ് നമ്മളെ ശുശ്രൂഷിക്കും. വൈകുന്നേരം അടുത്ത സെക്ഷൻ 4 മണി തൊട്ട് ആരംഭിക്കും. പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.